ഇഡിയുടെ അന്വേഷണം എത്തുമ്പോൾ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, ഇതിനകത്തൊരു മണി ലോണ്ടറിങ് നടന്നിട്ടുണ്ടോ? രണ്ട്, ഈ മണി ലോണ്ടറിങ്ങിൻ്റെ ഡെഫിനേഷൻ അനുസരിച്ച് അതിൻ്റെ വ്യാപ്തി ഇപ്പോൾ കൂടിയിരിക്കുന്നു. ആ വ്യാപ്തി അനുസരിച്ച് ഒരു ഫ്രോഡിലൂടെ, ഒരു കറപ്ഷൻ പ്രാക്ടീസിലൂടെ നിങ്ങൾ സ്വന്തമാക്കുന്ന പണം ആർക്ക് എന്തായിട്ട് വരും? ഇഡിയുടെ കാഴ്ചപ്പാടിൽ പ്രൊസീഡ്സ് ഓഫ് ക്രൈം ആയിട്ട് വരും. ആ പ്രൊസീഡ്സ് ഓഫ് ക്രൈം ആയിട്ടാണോ നിലവിൽ കണ്ടിരിക്കുന്നത്? നമുക്കറിയില്ല. കാര്യം ECRൻ്റെ പകർപ്പ് ലഭ്യമായിട്ടില്ല. നമ്മുടെ മുന്നിൽ SFIOയുടെ ECR മാത്രമേ ഉള്ളൂ. ഇഡിയുടെ ESIR നമ്മുടെ കയ്യിലില്ല. അവിടെയാണ് നമുക്ക് സംശയമുണ്ടാവുന്നത്. കാരണം ഇതുവരെയും ഇഡി നടത്തിയ അന്വേഷണങ്ങളിൽ ഞാൻ കൃത്യമായി കണക്ക് കഴിഞ്ഞ ചർച്ചകളിൽ പറഞ്ഞിട്ടുള്ളതുപോലെ 125 പ്രധാനപ്പെട്ട കേസുകൾ എടുത്തതിൽ 113 പ്രതിപക്ഷ നേതാക്കൾക്കെതിരെയാണ് എന്നുള്ളതും 5320ഓളം കേസുകളിൽ കേവലം 25 കേസുകളിൽ മാത്രമാണ് ശിക്ഷാവിധി വന്നിരിക്കുന്നത് എന്നുള്ളതും ഇഡി എന്ന് പറയുന്ന ഒരു ഏജൻസിയെ രാഷ്ട്രീയമായി ദുരുപയോഗം ചെയ്യുന്ന ഏജൻസിയാക്കി മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് സ്വാഭാവികമായും ഈ പിണറായി വിജയൻ്റെ മകളുടെ പേരിലുള്ള ഈ ഇഡി റെയ്ഡ് വരുന്ന ഘട്ടത്തിൽ, അത് നോക്കൂ എവിടെയൊക്കെ റെയ്ഡ്. പിണറായി വിജയൻ താമസിക്കുന്ന വാടക വീട്ടിൽ, ഈ മുഹമ്മദ് റിയാസിൻ്റെ വീട്ടിൽ, പിണറായി വിജയൻ്റെ വീട്ടിൽ, ഇങ്ങനെ 3 ഇടങ്ങളിലായിട്ടാണ് വലവിരിക്കുന്നത്. എന്തിനാ വലവിരിക്കുന്നതെന്ന് നോക്കൂ. ഈ പ്രൊസീഡ്സ് ഓഫ് ക്രൈം കണ്ടെത്താനാണോ? അവിടെയാണ് എൻ്റെ സംശയം. ഈ പ്രൊസീഡ്സ് ഓഫ് ക്രൈം എന്ന് പറയുന്നത് നിലവിൽ ബാങ്ക് ട്രാൻസാക്ഷൻ വഴി തെളിവ് നമ്മുടെ മുന്നിലിരിക്കുന്ന വിഷയമാണ്. ഈ പറയുന്ന 1.72 കോടി രൂപയുടെ തെളിവ് എന്തെന്ന് ചോദിച്ചാൽ അത് ബാങ്ക് ട്രാൻസാക്ഷൻ്റെ തെളിവാണ്. ആ തെളിവിന് വേണ്ടി ഈ പറയുന്ന 3 വീടുകളിലും നടത്തിയ തെരച്ചിലിന് ഒരു പൊളിറ്റിക്കലായിട്ടുള്ള സ്വഭാവമുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. എന്നാൽ അതിൻ്റെ പേരിൽ വീണാ വിജയൻ ഏതെങ്കിലും തരത്തിലൊരു സീരിയസ് ഫ്രോഡ് കമ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കപ്പെടുന്ന പക്ഷം CPM-ന് അത് ന്യായീകരിക്കേണ്ട ഒരു ബാധ്യതയില്ല എന്നതാണ് എൻ്റെ ടേക്ക് ഈ വിഷയത്തിൽ.